നാമകരണത്തിങ്കൽ ഞാനും അല്ലേ. ശേഷം സംഹാരതരൻ പുലപ്പൊട്ടം ദൈവം പാർവതി പുള്ളിക്കുറത്തിയമ്മ പുറങ്കാലൻ ലോകനാഥൻ അല്ലേ. ശേഷം സ്ഥാനം മുൻഭേദമായിട്ടും തറവാട് മുൻഭേദമായിട്ടും മുന്നിൽ കണ്ടിരിക്കുന്ന ദൈവം ധർമ്മദൈവം. അങ്ങനെ 140 ദേവീ ദേവന്മാരെ കൊണ്ട് സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന ഈ സന്നിധിയെങ്കിൽ ഇന്ന് ഉദിച്ച സൂര്യൻ്റെ പ്രഭയെങ്കിൽ സൂര്യ തേജസ്സോടുകൂടി കണ്ടു മാതാവിൽ കോലത്തിങ്കൽ കാണുന്ന നേരത്ത് ആത്മാവെന്ന ക്ഷേത്രം ശുദ്ധിയാക്കിൻ്റെ ദേവിയിൽ നിന്ന് മനങ്കറിഞ്ഞ് വിളിച്ച് വിളിക്ക് പാട്ടം വരുത്തി ഗുണം വരുത്തുമ്പോൾ സന്തോഷമായി സന്തോഷത്തിന് ദോഷം വരുത്തൂലമാണ് ദേവിയിൽ നിന്ന് മനങ്കറിഞ്ഞ് വിളിച്ച് വിളിക്ക് പാട്ടം വരുത്താതെ കവണ്ണം വിളിക്കുന്നത് കിട്ടായിട്ട് എപ്പോഴും അതാവ് തന്നെ കാത്തിരക്ഷിക്കും. ായിരിക്കുന്ന അനുഗ്രഹം വേണം മാതാവ് തന്നെ നിർവഹി നിൽക്കുന്ന ഹൃദയത്തിൻ്റെ ജ്ഞാനമല്ല ജനാധിപാരം ഈ ധരണികത്തെ ഉടനീളം പരമാർത്ഥമെന്നും വരികരുത് എന്ന നാമധേയത്തിൻ്റെ ജ്ഞാനമല്ല ജനാധിമാരും ഈ ധരണിക്കകത്ത് പോകുന്നവരുതായിരിക്കുന്ന പോക്ക് കണ്ടും വരുന്നവരുതായിരിക്കുന്ന വരവ് കണ്ടും വമ്പന്മാർക്ക് പഴുത് കൊടുക്കാതെ കവണ്ണം നിലനിന്ന് പോന്നിരിക്കുന്ന പ്രകാരം വിളിച്ച വിളിക്ക് പാട്ടം വരുത്തൂല. എങ്കിലും തട്ടും തടസ്സങ്ങളും അല്ലേ മഹാവ്യാധികളൊക്കെയും വരുന്ന കാലത്തും മനങ്കറിഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ എന്തെന്നും ഏതെന്നും അറിയില്ലെങ്കിലും മനസാവാച കർമ്മണ ഇനി എന്ത് വേണ്ടു എൻ്റെ അമ്മയെന്ന് ചിന്തിച്ചു പോന്നിരിക്കുന്ന നേരം ഒരു വിളിക്കുന്നത് കുറ്റായിട്ട് മാതാവ് തന്നെ കൊണ്ട് നടക്കാൻ വരുന്നത് ഗുണം വരും ഭക്തിക്കാണ് മുക്തി. ഭക്തിപ്പെട്ടും ഭയപ്പെട്ടും ഭജിച്ചോളൂ. ഭക്തിയാൽ വന്നു കൈയെടുക്കുന്ന നേരത്തിങ്കളെ അമ്മ തന്നെ എങ്കിലും പ്രസാദ സഭ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും അല്ലേ ആഴക്കടലിലൊക്കെ പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവം എന്തെന്നും ഏതെന്നും അറിയില്ലെങ്കിലും കര പറ്റണമെന്നിരിക്കുന്ന ഒരു ചിന്തയെങ്കിലും അതിൻ്റെ പൈതങ്ങൾ അല്ലേ മാതാവിനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ച വിളിക്കുന്നവർക്കും അമ്മ നേർവഴി കാണിച്ചില്ല എന്നിരിക്കുന്നൊരു മനോദുഃഖം അല്ലേ. ആ ദുഃഖമാണല്ലോ ഇന്ന് മാതാവിനോട് പറഞ്ഞത്. എങ്കിലും സർവ്വദിനം സാക്ഷി അമ്മ എന്നതും പരമാർത്ഥം ഇന്ന് ഇങ്ങനെയാണ് കാലകളിയാട്ടത്തെ കൊണ്ടുകൂട്ടുന്ന നേരത്ത് കോലത്തിങ്കൽ കാണണമെന്ന് ചിന്തിച്ചു അല്ലേ. അതേ പ്രകാരത്തിങ്കിലാണല്ലോ വന്നിരിക്കുന്ന നേരം കണ്ടെന്നിരിക്കുന്ന നേരത്തിങ്കിലേ എല്ലാ മൊഴികളും മാതാവിനോട് വിശേഷിച്ചു അല്ലേ. പിന്നെ നാളെ എന്നിരിക്കുന്ന നേരത്ത് അമ്മ തന്നെ കാത്ത് രക്ഷിക്കണം. മാതാവ് തന്നെ പിതാവും പുരുഷന്മാരും ചൊല്ലിത്തരുന്ന വഴിയാൽ നടക്കുന്ന നേരത്തിങ്കിലേ അമ്മ തന്നെ കാത്ത് രക്ഷിക്കാം. ഗുണം വരുത്തുമ്പോൾ ഞങ്ങൾ സർവ്വദിനം സാക്ഷിയായിട്ട് ദൈവം മാതാവ് നിലനിന്ന് പോകുന്നതും പരമാർത്ഥമെന്നും വരിക തലയെന്നെടുക്കുന്ന ഇടത്തിങ്കിലെ ആത്മാവികളെ അമ്മ എന്നിരിക്കുന്നൊരു വചനമുണ്ടാവട്ടെ. ഒരു വിളിക്കൊൻപത് കുറ്റായിട്ട് മാതാവ് ഗുണം വരുത്തുമ്പോൾ ഞങ്ങൾ ഊണിലും മുറക്കിലും എന്നും എപ്പോഴും ഭരിച്ചോളൂ. ഭക്തിക്കാണല്ലോ മുക്തി. ഭക്തിയാൽ വന്നു കൈയെടുക്കുന്ന നേരത്തിങ്കളെ മുക്തി തന്ന് പരിപാലിക്കണമെന്ന് അമ്മയെന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇനങ്കറിഞ്ഞ് വിളിക്കുന്ന നേരം വിളിക്കമ്മ പാട്ടം വരുത്തി നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ വിശേഷിക്കാനുണ്ടോ മാതാവിനെ? ഞാനാണ് മാതാവും പിതാവും കുഞ്ഞുകുട്ടി പൈതങ്ങളും ഒന്നായി വസിക്കുന്ന കാലം അല്ലേ. ഇങ്ങനെയാണ് നാവിൽ ചെറുതെന്നിരിക്കുന്ന അനുഭവം കൊണ്ട് ഇങ്ങനെയാണ് നാവിൽ ഹരിശ്രീ കുറിച്ചിരിക്കുന്ന കാലം അന്ന് തൊട്ട് ഇങ്ങനെയാണ് വിദ്യയങ്ങൾ കൈയടക്കുന്ന നേരത്ത് സർവ്വദിനം സാക്ഷിയായിട്ട് ദൈവം നിലനിന്നിട്ടുണ്ട്. നാവിൽ സരസ്വതിയായിക്കൊണ്ട് വിളയാടി സർവ്വതും ഗ്രഹിച്ചു പോന്നിരിക്കുന്ന കാലം അല്ലേ. കാലം തികഞ്ഞതും പരമാർത്ഥമെന്നും വരികയുള്ളൂ. മറ്റൊരു തറവാട് മറ്റൊരു നാലാമതും ചിന്നയേറുവാനുള്ള വഴിയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അമ്മ സഫലമാക്കി തന്നതും പരമാർത്ഥമെന്നും വരികയുള്ളൂ. ഇങ്ങനെയാണ് ഒന്നായി വസിക്കുന്ന കാലത്ത് അല്ലേ ഒരു കുടുംബം എന്നിരിക്കുന്ന സങ്കല്പം സന്താനത്തെ കൊണ്ടാകുന്നു. കാര്യങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനെ പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്ന മൊഴി അങ്ങനെയാണ്
ഇങ്ങനെ കലയന്ത്രപാഠാധാരം ഇസലബുദ്ധേതുമായിട്ട് ഇങ്ങനെ അഴിമുഖത്ത് ബഹുദമ്മയും ശേഷം ദൈവാദിനങ്ങളും വസിക്കുന്നുണ്ടെന്നതും പരമാർത്ഥമെന്നും വരികയും ഞാൻ വെള്ളയും തിരിച്ചു അല്ലേ. നാലാമ്പിട മുൻഭേദമായിട്ട് തൊട്ടിൽ കെട്ടുവാനും തൊട്ടിൽ ആടുവാനുള്ള വഴി അമ്മ തന്നു അല്ലേ. വിധങ്ങളെ സന്താനത്തെ കൊണ്ട് സന്തോഷം തന്നെയാണല്ലോ. ദുഃഖങ്ങളുണ്ടോ? നിങ്ങളും പ്രാർത്ഥിച്ചു വെച്ചു അന്ന് അല്ലേ. എല്ലാം മംഗളമാക്കി തന്നാൽ അമ്മയുടേതായിരിക്കുന്ന മാറത്ത് 100 വർഷം മുൻപ് പൂർവികന്മാർ ഇവിടെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ആരാധിച്ച് പോകുമ്പോൾ കമ്മിറ്റിക്കാർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇപ്പം ഞാനാണ് വിളക്കൽ വെക്കൽ. ഇപ്പം കുഴപ്പമൊന്നുമില്ല. പണ്ട് ഇങ്ങനെയല്ലായിരുന്നു. ഇപ്പം കുറച്ചും കൂടിയായി. നല്ലൊരു കുറച്ച് പുരോഗതിയിലാണ് പോകുന്നത്. ഈ മറ്റ് തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തത എന്താണ് ഈ അഴിമുഖത്തിന് പറയാനുള്ള അഴിമുഖ ഭഗവതി? മറ്റ് തെയ്യങ്ങളിൽ വ്യത്യസ്തമായ നല്ല വട്ടമുടിയാണ്. പിന്നെ കാണാൻ നല്ല ചന്തമുള്ള കൈയാണ്. ഒരു മുച്ചിലോട്ട് ഭഗവതിയും ഇതും ഏകദേശം തുല്യാന്ന് തന്നെ പറയാം. അത്ര നല്ല ഭംഗിയുള്ള തെയ്യമാണ് ഈ രണ്ട് തെയ്യം. ഈ അഴിമുഖത്ത് ഭഗവതി പിന്നെ ഇതിപ്പം നിങ്ങൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഇല്ലക്കാര് 4 ഇല്ലക്കാരെ 5 ഇല്ലക്കാരാണ്. 5 ഇല്ലക്കാരുടെ കൂടിയിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നു. അതിന് ചാലയം തറവാട് എന്ന് പറയും. ചാലയം ചെല്ലട്ടൻ അങ്ങനെയുള്ള തറവാട്ടുകാരാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും കൂടിയായി പ്രാർത്ഥിക്കുന്നത്. അപ്പോഴേ ഇതേപോലുള്ള ഇല്ലക്കാരെ വേറെ തെയ്യമുണ്ടോ? ഇതേവരെ ഇവിടെ വേറെ ചാലയന്മാരുടെ തെയ്യം ഉണ്ട്. പക്ഷെ അത് ഈടെയല്ല, അത് ഇതല്ല തെയ്യം. അത് കൊണ്ടൂർ ചാമുണ്ടിയാണ്. അത് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ ഈ അഴിമുഖത്ത് ഭഗവതി എന്ന് പറഞ്ഞ ജില്ലയിൽ തന്നെ അപൂർവമായിട്ടില്ലേ? അപൂർവം എവിടെയില്ല. അപൂർവം നേടിയില്ല. അഴിമുഖത്ത് ഭഗവതി ജില്ല നേടിയില്ല. ജില്ലയിൽ നിന്നല്ല എൻ്റെ അറിവിൽ നേടിയില്ല. ഇതാരാ കോലാതരിയൊക്കെ? കോലവര് ഇവിടെ ഏഴോ ചുടല അങ്ങനെ ഉള്ളവരാണ്. കൃഷ്ണൻ എന്നാണ് ഇതിൻ്റെ മൂത്തത്. നാളാളം ശിരസി ആദമൊക്കെ വണ്ണം ഇന്നലെ അവരേക്ക് ഞങ്ങളെ കൊണ്ട് നടന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് താഴെ പറഞ്ഞത് ജീവിച്ചു പറയാനുണ്ടോ? എല്ലാം ഇല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവം തന്നെയാണല്ലോ. എന്നാലും ആരുമില്ലാണ്ട് നമുക്ക് ഞങ്ങളില്ല. എന്നാലും ഇന്നത്തെ ദിവസവും ഭേദമായിട്ട് ആരുമില്ലെങ്കിലും ആരുമില്ലാതെ നേരത്തല്ലേ ഞങ്ങളെ കാണാൻ പറ്റും. എന്നാലും എല്ലാവരും ഉന്നതയിലെത്തി. അത് മാതാവിൻ്റെ പരിശ്രമം തന്നെയില്ല. മക്കൾ എങ്ങനെയാണ് നല്ല നിലയിലെത്തണം, ഉന്നതയിലെത്തണമെന്ന് മാതാവും പിതാവും ആഗ്രഹിക്കും. അങ്ങനെയാണ്. എന്നാലും ഇന്നത്തെ ദിവസം ഭേദമായിട്ട് എനിക്കാരുമില്ലാന്ന് തോന്നുന്നു. ഏതൊരു സന്താനങ്ങളിൽ ഇന്നത്തെ സാങ്കേതിക വിദ്യ വിളിക്കാറില്ലേ, വരാറില്ലേ, ഭവനത്തിൽ വരാറില്ല. എന്നാലും നല്ല വഴിക്ക് പോകുന്നുണ്ട്. കളിയും ചിരിയോടും കൂടി പോകണം. മാതാവ് ആയുസ്സും ആരോഗ്യവും തന്നെ നമ്മൾ കൂടി ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ഇന്നത്തെ ദിവസം ഭേദമായിട്ട് ഭക്തിവിശ്വാസത്തോടുകൂടി തന്നെ ഭക്തിക്കുറമുഖ്യെന്ന് പരിപാലിക്കണം. നാലാമണം ഭേദമായിട്ടും ആരാധനയായിട്ടും സന്നിധിയും ഭേദമായിട്ട് മാറിക്കടന്നത് ജപിക്കുന്ന നേരം മനസ്സിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. നേരിൻ്റെ വഴിക്ക് അന്വേഷിച്ച സന്തോഷത്തിൻ്റെ വഴി ഉണ്ടായിരിക്കട്ടെ. ഭക്തിക്കുറിച്ച് പരിപാലിക്കണം. കണകപ്പൊടിയാം
സംസ്ഥാനങ്ങളില്ലേ നേർവഴിയാക്കണം അല്ലേ? ഇവര് പുറത്തേക്ക് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് അങ്ങോട്ട് നിൽക്കാതിരുന്നാൽ പോരെ. അവിടെ കൊണ്ടിട്ട് അതുകളായ കണക്ക് വരുന്ന ഭാഗ്യം പുറത്തേക്ക് കൊണ്ടുപോകാൻ. നാല് കണ്ണം ചേർത്തിട്ട് ആ തെറ്റായി പോയില്ല. ആറാതെ കാര്യങ്ങൾ എടുത്തിട്ടും ഒരാതെ കാര്യങ്ങൾ പൊരുമയാക്കി എൻ്റെ ഭഗവാനെ എൻ്റെ കുട്ടത്തിൽ ഭജിക്കുന്നവർക്ക് അറിവ് സമ്പത്തായിട്ട് രക്ഷകരായിട്ട് അല്ലേ? അന്ന് ശങ്കരാചാര്യയുടെ ഹരവത് പരീക്ഷിപ്പാലായിക്കൊണ്ട് ചണ്ടാളവേഷം ധരിച്ചത് പ്രഭാത്തമത്ത് പരീക്ഷിച്ചില്ലേ? മേലിൻ്റെ മേലാക്കത്തിൽ നിർബലത്തിലും യോഗദാസ്തം അറിയിക്കാതൊക്കെ വന്ന രക്ഷകരായിട്ട് എന്നാ പറയാ അപ്പാണ് എന്നിട്ട് പറഞ്ഞിട്ടില്ലേ? ഇല്ല. എന്നാലും പറഞ്ഞങ്ങനെ അടാതെ കാര്യങ്ങൾ എടുപ്പിച്ചു ഒരാതെ കാര്യങ്ങൾ പൊരുമയാക്കി എൻ്റെ ഭഗവാനായിട്ട് പൊട്ടത്തേക്ക് പ്രാർത്ഥിക്കാൻ രക്ഷകരായിട്ട് പൂർണ്ണ പഞ്ചാക്ഷരി മാത്രം ബന്ധിച്ചുകൊള്ളുകയാണ് അല്ലേ? സൃഷ്ടി സ്ഥിതി സംഹാരമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ പിന്നെ ശ്മശാനവാസിയായിരിക്കുന്ന ഭഗവാൻ അല്ലേ? അനേക നാമകരണങ്ങളുടെ നീലകണ്ഠൻ കണ്ടത്തിൽ അല്ലേ?